അദ്ദേഹത്തിൻ്റെ മഹത്തായ ജീവിതമാണ്, വാല്യുബിളാണ്. അങ്ങനെ പണം കൊടുത്ത് രക്ഷപ്പെടുത്തേണ്ടിയിരുന്ന ജീവിതമാണെന്ന് ഞാൻ ആവർത്തിക്കുന്നതിന് കാരണം അദ്ദേഹം നേരത്തെ കാണിച്ച കേട്ടിസയാണ്. അതായത് അദ്ദേഹത്തോട് ഇവർ പണം കിട്ടാനുള്ള സ്ത്രീ സംസാരിക്കുന്ന നോക്ക് എന്തൊരു ആദരവോടെയാണ് സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലായി കാര്യം എന്നല്ലേ പറയുന്നത്. അവരുടെ അച്ഛനെ കൊണ്ടുപോകാൻ വേണ്ടി പണം ചോദിക്കുമ്പോൾ പോലും അവർ ചൂടാവല്ല ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അദ്ദേഹം ആദരണീയനായ ഒരു പൊതുപ്രവർത്തകനാണെന്ന ധാരണ ആ സ്ത്രീക്കുണ്ട്. അത്രയ്ക്ക് ആദരണീയമുള്ള ആളുകളോട് മാത്രമാണ് അങ്ങനെ സംസാരിക്കുക. അപ്പോൾ അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ മരണത്തിൻ്റെ വക്കിൽ നിൽക്കുമ്പോഴും അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ ഡയപ്പറിനൊരു കമ്പനിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ, നിങ്ങൾക്ക് ആ രാഷ്ട്രീയത്തോട് ഏത് നിലക്കുള്ള എതിർപ്പുണ്ടായിക്കോട്ടെ, പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ അതിന് ചുറ്റുപാടുള്ള ഒരുപാട് ആളുകൾക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നല്ല ഗുണം ചെയ്യുന്ന ഒരാളായി മാറിയ അദ്ദേഹം. അതുകൊണ്ട് വാല്യുബിളായിട്ടുള്ളൊരു ജീവിതമായിരുന്നു അത്. ആ വാല്യുബിളായിട്ടുള്ള ജീവിതം സംരക്ഷിക്കേണ്ടുന്ന ചുമതല ഈ BJP പാർട്ടിക്കായിരുന്നു. പക്ഷേ അവരത് ചെയ്തില്ല. ഇനിയെങ്കിലും അദ്ദേഹം അവസാന നിമിഷങ്ങളിൽ വേദനിച്ച് ആ കുട്ടികളെ പാർട്ടി ഏറ്റെടുക്കട്ടെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ആ പാർട്ടി കൊണ്ടുപോയിട്ട് രക്ഷപ്പെടുത്തട്ടെ. അതാണോ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. അങ്ങനെ സംരക്ഷിക്കുന്നതായിട്ടോ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നതായിട്ടുള്ള ആളുകളെ നമ്മൾ കാണുന്നില്ല. ഒറ്റ കാര്യം കൂടി പറയട്ടെ ഹർഷ, അതായത് ഈ സങ്കടമാണ്. എസ് സുരേഷ് നമ്മുടെ സുഹൃത്താണ്, പലവണ നമ്മുടെ ചർച്ചയ്ക്ക് വന്നിട്ട് ആളാണ്. എസ് സുരേഷ് അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് നേതൃത്വം നൽകുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വാർത്ത വന്നില്ലേ, 43 ലക്ഷം രൂപ. എനിക്ക് ലോണുണ്ട്, ഹോം ലോണൊക്കെ ആയിട്ട് നമ്മൾ പല ആളുകളും ലോൺ എടുത്തിട്ടുണ്ട്. മാസാമാസം ആൾ തിരിച്ചടക്കുകയാണ്. ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ മാസാമാസം അവർ ചെയ്യുന്ന ജോലി എന്താണോ ആ ജോലിയിൽ നിന്ന് മിച്ചം വെച്ചിട്ട് ലോൺ അടച്ചിട്ടാണ് ഓരോ മാസവും പോകുന്നത്. നോക്കൂ, 43 ലക്ഷം രൂപ എന്ന് വെച്ചാൽ എത്ര വലിയ എമൗണ്ടാണ്. 43 ലക്ഷം രൂപ വളരെ പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകർ തിരിച്ചടക്കുന്നില്ല. അതിങ്ങനെ വാർത്തയായിട്ട് വരികയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ്. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയം ഉണ്ടായിരിക്കാം, അദ്ദേഹത്തെ രാഷ്ട്രീയമായിട്ട് ഉദ്ദേശം വെച്ചുകൊണ്ടായിരിക്കാം ഈ സമയത്ത് ആ വാർത്ത വരുന്നത്. പക്ഷേ അദ്ദേഹം ആ പണം അടച്ചിട്ടില്ല എന്ന വസ്തുതയല്ലേ വരുന്നത്. അദ്ദേഹം അത് നിഷേധിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരുപാട് ആളുകൾ പണം എടുത്തിട്ട് ഓണത്തിന് ശേഷം പണമേ അടച്ചിട്ടില്ല. ഞാൻ ബോർഡംഗങ്ങളെല്ലാം വിളിച്ചു, പണം അടക്കുന്നില്ല ഇവർ. ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ രാഷ്ട്രീയം ചർച്ച ചെയ്യുകയും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പിന്നാലെ നടക്കുകയും വോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന മനുഷ്യർ അവർ ചെയ്യുന്ന എന്ത് ജോലിയാണോ ആ ജോലിയിൽ നിന്ന് മിച്ചം പിടിച്ചിട്ട് ഈ ലോൺ വാങ്ങിയത് അടച്ചു തീർക്കുന്നു. ലോൺ അടക്കാത്ത മനുഷ്യർ 10% ആളുകളെ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ലോൺ അടച്ചിട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തകർ, അതും ഉന്നതമായിട്ടുള്ള ഈ രാജ്യം 10 കൊല്ലമായിട്ട് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ മറ്റ് എന്തെങ്കിലും തരത്തിൽ അടക്കാൻ നിർവാഹമില്ലാത്ത ആളുകളല്ല. ഇത് 10-5 ലക്ഷം രൂപയല്ലേ, 43 ലക്ഷം രൂപ ഒരു നേതാവ്. അപ്പോൾ ഇദ്ദേഹം എന്തുകൊണ്ട് മരണത്തിലേക്ക് പോയി എന്ന് നമുക്ക് വ്യക്തമാണ്. അങ്ങനെയുള്ള ഒരുപാട് നേതാക്കൾ, ഇത് വേറെ ബാങ്കാണ്, പക്ഷേ അങ്ങനെയുള്ള ഒരുപാട് നേതാക്കൾ അവരുടെ ഉത്തരവാദിത്തം, വ്യക്തിപരമായുള്ള ഉത്തരവാദിത്തം, സാമ്പത്തികമായ ഉത്തരവാദിത്തം അവർ നടപ്പാക്കാത്തതുകൊണ്ട് ഇദ്ദേഹത്തെ പോലെ വളരെ വാല്യുബിളായിട്ടൊരു ജീവിതം അദ്ദേഹത്തിന് സ്വന്തം നിലക്ക് കൊണ്ടുപോയിട്ട് കുട്ടികളെക്കുറിച്ച് വിഷമിക്കുന്നത് എനിക്കത് കേട്ടിട്ട് അത് കേൾക്കുന്ന എല്ലാവർക്കും അങ്ങനെയായിരിക്കും, നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല. അപ്പോൾ അദ്ദേഹത്തിന് മരണത്തിലേക്ക് പോകേണ്ടി വന്നു. അദ്ദേഹത്തിന് ഒരു നല്ല പൊതുപ്രവർത്തകനെ, രാഷ്ട്രീയം ഏതായാലും മറ്റു ആളുകളെ സഹായിക്കുന്ന ഒരു നല്ല പൊതുപ്രവർത്തകനെ രാജ്യത്തെ സംസ്ഥാനത്തിന് നഷ്ടമാവുകയും ചെയ്തു. ഞാൻ BJP-ക്കാരോട് അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ എങ്ങനെയെങ്കിലും ആ കുടുംബത്തെ സംരക്ഷിക്കണം.